ജീപ്പ് വരുമ്പോൾ ആ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. ബിക്കോസ് എൻ്റെ മനസ്സിലൊരു ലുക്ക് ഉണ്ട്, ആ ഒരു ലുക്ക് ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ എന്നെ ലാവിഷായിട്ട് കളിയാക്കുമായിരുന്നു. തൻ്റെ കൊണ്ടൊന്നും നടക്കണ പരിപാടിയൊന്നുമല്ല. ഒരാഴ്ച കഴിയുമ്പോൾ താൻ ഈ വണ്ടി കൊണ്ടിട്ട് വല്ലൊരു മൂലം ഒരാഴ്ചത്തേക്കല്ല താൻ ഈ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് പറയായിരുന്നു. തള്ളി പുറത്തേക്ക് ഇരിക്കുന്ന ടയറും ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ സാധനങ്ങളും അതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ വീണുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ ഹലോ എവരിബഡി, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ എറണാകുളത്താണ്. ഈ അടിപൊളി ജീപ്പ് ഡെലിവറി ചെയ്യുന്നതിനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ളത് മണിച്ചേട്ടനാണ്. മണിച്ചേട്ടൻ തന്നെ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണിത്. അപ്പം ഇതിൻ്റെ ഓണർ ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, വാക്ക് വിത്ത് സുബൈദ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സുബൈദ മാമിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അത് ഡെലിവറി ചെയ്യുന്നതിനായിട്ടാണ് നമ്മളിന്ന് എറണാകുളത്ത് വന്നിരിക്കുന്നത്. ഈ ജീപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു സ്വപ്നമാണ്. അത് 1-2 വർഷമൊന്നുമല്ല, ഒരു 20-25 ഇയേഴ്സ് ബിഫോർ എനിക്ക് ഈ വണ്ടി പ്രാന്ത് ഉണ്ടെന്ന് മനസ്സിലായത് ഇപ്പോഴും ഈ ഒരു സാധനം എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ആ ഒരു ലുക്ക്, എസ്പെഷ്യലി ദ ടയേഴ്സ്, എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു ജീപ്പുകളുടെ. അത് ഞാൻ ദുബായിലായിരുന്നപ്പോഴും ഈ ജീപ്പുകളുടെ പുറകെയായിരുന്നു ഞാൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ജീപ്പ് തന്നെയാണ്. ഓൾഡ് ജീപ്പാണ്, പക്ഷെ ഒരു കിടിലൻ ജീപ്പായിരുന്നു. അപ്പോൾ എന്താണെന്നറിയില്ല, അതൊരു വീക്ക്നെസ് ആയിരുന്നു അത് എപ്പോഴും. പക്ഷെ അത് ഇതുവരെ ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓൺ ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി കാര്യങ്ങളായിട്ടൊക്കെ ബിസിയാണ്. ഇതിന് വേണ്ടി അങ്ങോട്ട് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാനും പിന്നെ ഇതൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് നമുക്കൊരു കൺട്രോൾ ഇല്ലാണ്ട് പൈസ ഇട്ടാലാണ് നമ്മുടെ ഇഷ്ടത്തിലൊരു സാധനം എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ലെറ്റ് മീ ഫുൾഫിൽ മൈ ഡ്രീം. മാഡം, വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ സൂപ്പർ കിടിലം വണ്ടിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ജീപ്പായിരിക്കുമ്പോൾ നല്ല ടഫായിരിക്കും ഇത് ഓടിക്കാനായിട്ടെന്ന് വെച്ചാൽ ഈ ഗിയർ മാറ്റാനൊക്കെ ഇച്ചിരി പണിയാണ്. അപ്പോൾ എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ എന്നെ ലാവിഷായിട്ട് കളിയാക്കുമായിരുന്നു. തൻ്റെ കൊണ്ടൊന്നും നടക്കണ പരിപാടിയൊന്നുമല്ല. ഒരാഴ്ച കഴിയുമ്പോൾ താൻ ഈ വണ്ടി കൊണ്ടിട്ട് വല്ലൊരു മൂലം ഒരാഴ്ചത്തേക്കല്ല താൻ ഈ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് പറയായിരുന്നു. പക്ഷേ കൊള്ളാം, എനിക്കിഷ്ടം. നിലവിൽ എൻഡവറല്ല യൂസ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ എൻഡവർ യൂസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഇപ്പോൾ ഓടിച്ചതേ ഉള്ളൂ. എന്നിരുന്നാൽ ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താ തോന്നുന്നത് പെട്ടെന്ന് മൈൻഡിൽ? എൻഡോവർ എന്ന് വെച്ചാൽ ലക്ഷറി അല്ലേ, ഭയങ്കര 3.2 ലിറ്റേഴ്സ് ആണ് ലാവിഷായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത്. മാനുവൽ അല്ലല്ലോ, ഓട്ടോമാറ്റിക് അല്ലേ, അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ വണ്ടി. അതിപ്പോൾ ലോങ് ഡ്രൈവിനൊക്കെ ഞാൻ അതുകൊണ്ടാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ചാടയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഒരു വണ്ടിയാണ്. എൻ്റെ കുറേ വർഷത്തെ ഒരു കൊതിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ എറണാകുളത്ത് ഇനി സുബൈദ മാഡത്തെ ഈ ഒരു വണ്ടിയിൽ കാണാൻ പറ്റും. ഒന്നുകൂടെ ഒന്ന് ചൂട് മാറിക്കഴിഞ്ഞിട്ട് സ്ഥിരമതിലായിരിക്കും. പക്ഷെ ഇച്ചിരി ഇപ്പോൾ കുറച്ചൊക്കെ ഓടിക്കും, അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ്. ഈ വണ്ടി ഒരു പ്രാന്ത് കയറില്ല, നമുക്കിത് ചൊറിച്ചിൽ വരും വണ്ടി ഓടിക്കാനായിട്ട്. ആ സമയത്ത് പിന്നെ ഏത് വണ്ടിയാവുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാടിക്കുള്ള വണ്ടി എടുത്തുകൊണ്ട് പോകാന്നുള്ളതാണ്.
യൂസ് ചെയ്യാനായിട്ടാണോ? യെസ്, ഡെഫിനറ്റ്ലി. ഞാൻ സിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് സിറ്റിയിൽ ഓടിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് ഒന്നും ഞാൻ എനിക്ക് ലോങ് ട്രാവലിലൊക്കെ വെച്ച് ലക്ഷറി ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി കിട്ടിയ ജീപ്പിൽ നിന്ന് ലക്ഷറി ഒന്നും ഇല്ല. അപ്പോൾ ബട്ട് ദെൻ ഐ ലവ് ദിസ് ലുക്ക് ആൻഡ് ആ ഒരു ഫീലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സോ എറണാകുളം സിറ്റി തന്നെ ആയിരിക്കും മിക്കവാറും എൻ്റെ കറക്കം മുഴുവനും ഇൻഷാ അല്ലാഹ്. ഇതാണ് പരിപാടി. ഇപ്പം മീഡിയയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തോന്നുന്നു. വീണ്ടും മീഡിയയിലേക്ക് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടോ? ഇല്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചറപറാന്ന് വ്ളോഗ് ചെയ്യല്ലേ, എവിടെ നോക്കിയാലും വ്ളോഗ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ ഇങ്ങനെയുള്ള നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലേ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഞാൻ ആ 3-4 വർഷം നന്നായിട്ട് എൻജോയ് തന്നെ ചെയ്തിരുന്നതാണ്. പക്ഷേ നമ്മൾ ഒരു സാധനം കുറേ വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ബോറിച്ച് തുടങ്ങി സത്യം പറയാമല്ലോ. ബട്ട് എനിക്ക് അത് ഒരു ഫുൾഫിൽമെൻറ്റോടു കൂടിയാണ് ഞാനത് നിർത്തിയത് തന്നെ. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് അതിലേക്ക് തിരിച്ചു പോയി ആദ്യം മുതൽ അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സൊക്കെ ആലോചിക്കുമ്പോൾ നോ എന്നുള്ളൊരു ഫീലാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു 2 റൗണ്ട് ഓടിച്ചതിന് ശേഷമാണ് ഈ ഒരു സീൻ എടുക്കുന്നത്. എക്സാക്ട്ലി. ഇപ്പൊ എന്താണ് മനസ്സിലുള്ള ഫീലിംഗ്? ഇപ്പൊ ഫുൾ എക്സൈറ്റ്മെന്റ് ആണ്. ഇത് വെച്ചിട്ട് ഇനി ആരുടെയൊക്കെ മുമ്പിൽ ജാട കാണിക്കാന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്, ലിസ്റ്റ് ഇട്ടോണ്ടിരിക്കുന്നത്. ആദ്യം എന്റെ ബ്രദർ, അവന്റെ മുമ്പിൽ ഇത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അവനാണ് എന്നെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നത് ഫുൾ ടൈം. അവൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും, എടോ തന്നെ കൊണ്ട് നടക്കാനുള്ള ഈ ചൂടത്ത് താൻ എങ്ങനെ ഇത് ഒഴിച്ചുകൊണ്ട് നടക്കാനാണ്, 2 ദിവസം ഒരാഴ്ച നോക്കിയോ, അത് ഒരാഴ്ചക്കല്ലേ താൻ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തേക്കണം, ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയും. ട്രാവലിംഗ് മാത്രം മുന്നിൽ കേട്ടാലേ ട്രാവലിങ്ങിനോട് ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചൂടൊന്നും ഒരു പ്രശ്നമല്ല. പ്രശ്നമില്ല, അതങ്ങനെ ഫുള്ളി ഞാൻ അങ്ങനെ പറയൂല. ചൂട് ഒരു പരിധി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. പക്ഷെ എന്നാലും ഐ ക്യാൻ മാനേജ്. ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് വന്നു കഴിയുമ്പോൾ ചൂടൊക്കെ പതുക്കെ വേറെ ലെവലിലേക്ക് താഴും. അപ്പോൾ ഇതാണ് നമ്മുടെ സുബൈദ മേഡത്തിൻ്റെ പുതിയ ജീപ്പ്, 99 മോഡൽ മഹേന്ദ്ര ജീപ്പാണ്. ലുക്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡിസൈനായിരുന്നു മാഡത്തിൻ്റെ മൈൻഡിൽ. അതിനോടൊപ്പം നമ്മുടെ മണിച്ചേട്ടൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ഐഡിയാസും എല്ലാം ചേർന്ന് കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായ ഒരു ജീപ്പ് നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു 2 വീൽ ഡ്രൈവ് ജീപ്പിലേക്ക് നമ്മൾ മഹേന്ദ്ര ജീപ്പിന് വരുന്ന ആ ഒരു ബ്രേക്ക് സിസ്റ്റവും ബൂസ്റ്ററും എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള പടുതയുടെ വർക്ക് ചെയ്തിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള ലോഡ്സ് അപ്ഹോൾസ്റ്ററി സുരേഷ് ചേട്ടനാണ്. പടുത 2 പോർഷൻസ് ആയിട്ടാണ് വരുന്നത്. റിയർ സൈഡ് മാത്രമായിട്ട് ഊരി മാറ്റാൻ സാധിക്കും. പിന്നീട് ഇതിൻ്റെ സൈഡ് ഫേസിംഗ് ആയിട്ടുള്ള റിയർ സീറ്റ്സ് ഫ്രണ്ട് ഫേസിംഗ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യമെങ്കിൽ ഒരാൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കും. നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് MM550യുടെ മിലിറ്ററി ഡിസ്ക്കാണ്. 16 ഇഞ്ച് ടയേഴ്സാണ്. 245/70R ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നമ്മുടെ ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന മേജർ അപ്ഗ്രേഡ്സ് എന്ന് പറയുന്നത് പവർ സ്റ്റിയറിങ്ങും അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്കുകളുമാണ്. കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഒരു യാത്ര കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് സീറ്റ്സ് സുസുക്കി ബലേനോയുടെ സീറ്റുകളാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ്.
അപ്പോൾ നമ്മുടെ മണിച്ചേട്ടനാണ് ജീപ്പ് റീസ്റ്റോർ ചെയ്ത് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ വർക്കിനെ പറ്റി എന്താണ് ആ ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഫീല്? മണിച്ചേട്ടൻ്റെ വർക്ക് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ ജീപ്പ് അവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവിടെ ആ റോട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ജീപ്പ് വരുമ്പോൾ ആ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. ബിക്കോസ് എൻ്റെ മനസ്സിലൊരു ലുക്ക് ഉണ്ട്, ആ ഒരു ലുക്ക് ഉണ്ടാവണം എന്ന് പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ആ ലുക്ക് ഉണ്ട്, പക്ഷേ കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അത് നല്ല പോസിറ്റീവായിട്ടുള്ള ഡിഫറൻസ് ആണ്, നെഗറ്റീവ് ഡിഫറൻസ് ഒന്നുമല്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട്. ബട്ട് ലുക്സ് എക്സാക്ട്ലി അതല്ല, ബട്ട് ഡിഫറെന്റ് ബ്യൂട്ടിഫുൾ ലുക്ക് ആയിരുന്നു. ഓക്കെ, നമ്മുടെ ലോ അനുവദിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ട് അടിപൊളിയായിട്ട് ഇറക്കിയാണ്. എപ്പോൾ ചെയ്തെന്ന് വിചാരിച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ തള്ളി പുറത്തേക്ക് ഇരിക്കുന്ന ടയറും ഇതിന്റെ ഫ്രണ്ടിൽ കുറെ സാധനങ്ങളും അതിന്റെ മുകളിൽ കുറെ സാധനങ്ങൾ വീണുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ ലൈറ്റ്സും ടയേഴ്സും ഒക്കെ ആയിട്ട് എല്ലാം നോ ഡൗട്ട്. പക്ഷെ ഒരു നിവൃത്തിയില്ലാത്ത കേസിലാണ് ഈ മിനിമത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഏഷ്യനെറ്റിലൊക്കെ ആ പ്രോഗ്രാം വരുന്ന സമയത്ത് ഒരുപാട് പേര് നോട്ടീസ് ചെയ്തതാണ്. മാഡത്തിന് എല്ലാവർക്കും തന്നെ അറിയാം, കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവരൊക്കെ ചിന്തിക്കുന്നതാണ് ഇപ്പോൾ മാഡം എവിടെയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതാണ്. എന്തായാലും നമ്മുടെ ബ്ലോഗിലൂടെ വീണ്ടും മാഡത്തിന് ഒന്നുകൂടി നമുക്ക് കാണിക്കാൻ പറ്റി, അതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. സെയിം ഹിയർ. സ്പെഷ്യലി എനിക്ക് എന്നെ കാണിക്കുന്നതല്ല,